ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് എ ഡേ ഇൻ മൈ ലൈഫ് എന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എന്തായാലും അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ചയാണ്. ഞാൻ കുക്കറിൽ കടല വേവിക്കാനും പിന്നെ അരി അടുപ്പത്തിട്ടിട്ട് മുറ്റടിക്കാൻ പോയതാണ്. ഇപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് ഭരതേട്ടനൊരു കട്ടൻ കാപ്പി ഉണ്ടാക്കുകയാണ്. രാവിലെ ആൾ കട്ടൻ കാപ്പിയാണ് കഴിക്കുക. അപ്പോൾ ഇനി ഞാൻ മാർക്കേരിയയിൽ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടാണ് പോയത്. അപ്പോൾ തീയൊക്കെ ഒന്ന് നോക്കട്ടെ. തീ അത്യാവശ്യം എന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ട് പുറത്തേക്കൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. ഞാൻ അതിൻ്റെ മുകളിൽ എപ്പോഴും വെള്ളം വയ്ക്കും. അപ്പോൾ നമ്മൾ പച്ചവെള്ളം ഒഴിക്കില്ലല്ലോ അരി തിളയ്ക്കുമ്പോൾ. പിന്നെ ഞാനിവിടെ കറികൾക്കൊക്കെ ചൂടുവെള്ളമാണ് ഉപയോഗിക്കുക അപ്പോഴൊക്കെ. പിന്നെ അടുക്കളയിൽ നല്ല ചൂടാണ്. അപ്പോൾ ജനൽ തുറന്നിട്ട് പുറത്തുനിന്ന് നല്ല കാറ്റൊക്കെ വരും. ഞാൻ പുട്ടും കടലയാണ് ശരിയാക്കാൻ പോകുന്നത്. പുട്ട് ഞാൻ ഓൾറെഡി ഇത് നനച്ച് വെച്ചിട്ടുണ്ട്. നനയ്ക്കല്ല, ഞാനിപ്പോൾ ചോറ് ഇട്ടിട്ട് മിക്സിയിൽ പെട്ടെന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് പുട്ട് നനയ്ക്കണ പണി കഴിയും. നല്ല സോഫ്റ്റ് പുട്ടും ആവും. കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യണേ. അപ്പോൾ കടല അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ ഭരതേട്ടന കാപ്പി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുട്ടിൻ്റെ പണി നോക്കാം. അപ്പോൾ ഞാൻ തലേദിവസം ചിരകി വെച്ചതൊന്നുമല്ല, ഇന്ന് രാവിലെ തന്നെയാണ് നാളികേരം ചിരകിയത്. കാരണം അതിൻ്റെ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അപ്പോൾ ചിരകി എടുക്കണ തേങ്ങയായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ സമയം ഉണ്ടെങ്കിലൊക്കെ ഞാൻ അപ്പോൾ തന്നെ ചിരകുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടിടുമ്പോൾ നമ്മളുടെ ആ പുട്ടിൻ്റെ ഓരോ പീസുകൾക്കും ഓരോ വലിപ്പമായിരിക്കും. നമ്മൾ കൈ കൊണ്ടിടുമ്പോൾ ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുമല്ലോ. സ്പൂൺ വെച്ചാകുമ്പോൾ ഒരു കണക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ അപ്പുറത്ത് പുട്ടുംകുടം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയാക്കി വരുമ്പോഴേക്കും വെള്ളം കുറച്ച് തിളച്ച് തുടങ്ങുമല്ലോ. അതൊക്കെ അടച്ച് വെച്ചിട്ട് പുട്ടുകുറ്റിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കടല കാച്ചാനുള്ള ഒരു വലിയ സവോളയും 4 വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സവാള മൂപ്പിക്കാനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് അതാണ് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പിടും. പക്ഷെ നമ്മൾ കടലയിൽ ഉപ്പിട്ടിട്ടാണ് കടല വേവിക്കാൻ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഞാൻ ഇട്ടുള്ളൂ. രണ്ടും കൂടി കടലയിലൊക്കെ ഉപ്പ് കൂടുതലായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഞങ്ങൾക്ക് കടല നിർബന്ധമൊന്നുമില്ല കേട്ടോ പുട്ടിനപ്പം. മാളുവിനാണ് കടല ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വല്ല പഴമൊക്കെ ഉണ്ടെങ്കിൽ പഴം കൂട്ടി കഴിക്കാൻ അല്ലെങ്കിൽ തന്നെ കഴിക്കാനൊക്കെ എനിക്കിഷ്ടം. കടലയുടെ കൂടെ കഴിക്കുമ്പോഴേ ഒരുമാതിരി ചോറും കറിയും കൂടി കഴിക്കണ പോലെ തോന്നും. അപ്പോൾ ഞാൻ എല്ലാ പൊടികളും അടുത്തെടുത്ത് വെക്കും. കാരണം ഇനി നമ്മൾ ഇതൊക്കെ വഴണ്ടി വരുമ്പോൾ തപ്പാൻ പോയി കഴിഞ്ഞാൽ അതൊക്കെ കരിഞ്ഞു പോകില്ലേ. ഞാൻ കുറച്ച് തക്കാളി കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ഗ്രേവിക്ക് ഒരു കട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ചിലർ ഈ കടല വേവിക്കുമ്പോൾ തന്നെ അതിൽ ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം വെളുത്തുള്ളി, പിന്നെ ഒരു പകുതി സവോളയൊക്കെ ഇട്ടിട്ടാണ് വേവിക്കുക. അപ്പോഴായാലും ഗ്രേവിക്ക് കട്ടി ഉണ്ടാവും. അപ്പോൾ എൻ്റെ പുട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ പുട്ട് ഞാൻ കുത്തിയെടുക്കുകയാണ്. എനിക്ക് ഈ പുട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും നമുക്ക് കലാഭവൻ മണിയുടെ ഒരു സിനിമയില്ലേ ഗുരുശിഷ്യൻ എന്ന് പറഞ്ഞിട്ട് അതിലുണ്ട് ഇങ്ങനെ പൊട്ടിയ പരിപ്പുവടകൾ ഒക്കെ പൊട്ടിയ പുട്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജഗതിയുടെ ഒരു ചായക്കടയിൽ വരണ സീൻ. അപ്പോൾ എൻ്റെ കടലക്കറി ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഞാനിവിടെ ബീൻസ് വെള്ളത്തിലൊക്കെ ഇട്ട് വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി. പിന്നെ സാമ്പാറാണ് വെക്കുന്നത്. അപ്പോൾ പരിപ്പിൽ അടുക്കളയിൽ പോയിട്ട് കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു വെച്ചു. അപ്പം മാളിനൊരു മോഹം കുറച്ചൊന്ന് അരിയണമെന്ന്. പിന്നെ ചെറിയ കത്തിയും കണ്ടപ്പോൾ അവൾ കയറി ഏറ്റെടുത്തു. പക്ഷെ അത് അവസാനിപ്പിക്കൊന്നുമില്ല കേട്ടോ. കുറച്ചൊക്കെ അരിഞ്ഞിട്ട് ആൾ സ്ഥലം വിട്ടു. അപ്പോൾ എന്നാലും ചെയ്യാനുള്ളൊരു മനസ്സ് കാണിച്ചല്ലോ. പിന്നെ ഇന്ന് ശനിയും ഞായറും കഴിഞ്ഞ ആൾക്ക് തിങ്കളാഴ്ച 3 പരീക്ഷയാണ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ചുറ്റിപ്പറ്റി നിന്നിട്ട് പിന്നെ ആൾക്ക് കുറെ പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, കണ്ടപ്പോൾ ആൾക്കൊരു മോഹം. ഈ ബീൻസ് ഉണ്ടല്ലോ, ചിലരിങ്ങനെ ചെരിച്ചിട്ട് ഡയഗണലായിട്ടാണ് മുറിക്കുക. അപ്പോൾ നമുക്ക് ബീൻസാണെന്ന് തോന്നില്ല. നല്ലൊരു ഷേപ്പ് നമുക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെരിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതേ അരി വെന്തു. അപ്പോൾ അരി വെന്തപ്പോൾ പെട്ടെന്ന് വേവ്, ജസ്റ്റ് 3/4 മണിക്കൂറൊക്കെ മതി. പിന്നെ ഈ പുകയിലെ തടുപ്പിലാണെങ്കിലും നല്ലോണം ചൂട് നിൽക്കുമല്ലോ. അപ്പോൾ വേഗം എൻ്റെ അരി വേവാറുണ്ട്.
ഞാൻ ക്ലിപ്പ് ഇടട്ടെ, എനിക്ക് ക്ലിപ്പില്ലാതെ അരി വാർക്കാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ അതിൻ്റെ പണിയാണ്. ഞാൻ കുറച്ച് കഞ്ഞി എടുത്തിട്ടുണ്ട്, കാരണം ഭരതന് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കില്ല. ആൾക്ക് പണ്ട് തൊട്ടേ കഞ്ഞി ഇഷ്ടം. അപ്പോൾ എൻ്റെ കടലക്കറി അത്യാവശ്യം അതിൻ്റെ ചാറ് കുറുകിയിട്ടുണ്ട്. പിന്നെ അത് ചൂടാറുമ്പോൾ ഒന്നുകൂടി കുറുകുമല്ലോ. അപ്പോൾ അതങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ സാമ്പാർ വെക്കാൻ നോക്കട്ടെ. പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉലുവയും ഒരു സ്വല്പം വെളിച്ചെണ്ണയും കൂടി ചേർക്കും. ചിലരുണ്ടല്ലോ നമ്മുടെ ഉലുവയും കായും നന്നായി വറുത്ത് പൊടിച്ചത് 1 ടീസ്പൂണ് ഈ സമയത്ത് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവർ നാളികേരം അങ്ങനെ അരയ്ക്കൊന്നുമില്ല, അരപ്പൊന്നും ചേർക്കില്ല. പക്ഷേ ഈ ഒരു ജസ്റ്റ് ഇത് ഇട്ട് കൊടുത്തിട്ട് പുളി ഒഴിച്ച് വറുത്തിട്ടാൽ തന്നെ നല്ല ടേസ്റ്റുള്ള സാമ്പാർ നമുക്ക് സമയമില്ലാത്തപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ബീൻസ് ഞാൻ കംപ്ലീറ്റ് ആക്കി. ഇനി ഞാൻ തോരൻ വെക്കുന്ന രീതിയിലാണ് ബീൻസ് വെക്കാറ്. കാരണം എനിക്ക് തിരുവനന്തപുരത്തുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ലേജു. അവളാണ് പറഞ്ഞു തന്നത് ഇങ്ങനെ ചതച്ചിട്ട്, നമ്മൾ തൃശ്ശൂർക്കാർ ഇങ്ങനെ അരപ്പൊന്നും തയ്യാറാക്കിയിട്ടല്ലല്ലോ തോരൻ വയ്ക്കുക. ഞങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെ വെച്ചാൽ ഉള്ളി കാച്ചു അല്ലെങ്കിൽ കടുക് വറുക്കും, എന്നിട്ട് കുറച്ച് നാളികേരം ഇടും, അത്രയേ ഉള്ളൂ. പക്ഷേ അവൾ എനിക്ക് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞു തന്നപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടമായി. നല്ല ടേസ്റ്റ്, നല്ല മണമൊക്കെ ഉണ്ട്. നമ്മൾ ആ വീലിന് ചതക്കില്ലേ, അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടിയിട്ട്. തൃശ്ശൂർക്കാർക്ക് ഇങ്ങനത്തെ ഒരു അരപ്പ് ചേർത്തിട്ടുള്ള തോരൻ വയ്ക്കൽ കുറവാണ്. അപ്പോൾ നമുക്ക് സമയം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അരച്ച് വെച്ചതും ഈ ബീൻസും കൂടി നന്നായിട്ട് പുരട്ടി വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല മണമൊക്കെ നല്ല സൂപ്പറാട്ടോ. നമുക്കതുപോലെ കേബേജ് ആയാലും അങ്ങനെയാണ്, അതിങ്ങനെ തിരുമ്മി പുരട്ടി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സമയം ഉണ്ടെങ്കിലൊക്കെ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇന്ന് ഭരതേട്ടന് ഇത്തിരി നേരത്തെ പോകണം, 8:30 ആകുമ്പോൾ പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് സ്പീഡിൽ ചെയ്യും. പിന്നെ നമ്മൾ ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടാവണം, കഴിക്കുന്നവർക്കൊക്കെ ഇഷ്ടമാവണം എന്ന് വിചാരിച്ചിട്ടൊക്കെ ഇത്തിരി ഒരു താല്പര്യത്തോടു കൂടി ചെയ്താൽ തന്നെ കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ ഈ അരപ്പ് ഞാൻ മുന്നേ മിക്സ് ചെയ്ത് വെച്ചില്ലേ, സമയമില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഞാൻ ഇതിലിട്ടിട്ടാണ് മിക്സ് ചെയ്തത്. പിന്നെ കുറച്ച് വെള്ളമൊന്ന് ഞാൻ തെളിച്ച് കൊടുക്കുന്നുണ്ട്. വല്ലാതെ വെള്ളം ഒഴിച്ച് അങ്ങനെ തിളപ്പിക്കണ്ട, എന്നാലും കുറച്ച് വെള്ളം തെളിച്ച് നമ്മളിങ്ങനെ അടച്ചിടുക. പിന്നെ ഈ ചീഞ്ഞിട്ടിക്ക് നല്ല ചൂട് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടുണ്ടാവും. പിന്നെ കട്ടിയുള്ളതുകൊണ്ട് അങ്ങനെ അടി പിടിക്കൊന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ അടച്ചു വയ്ക്കുമ്പോഴേ നമ്മൾ പരമാവധി ആ ഉപ്പേരിയുമ്പോൾ ടച്ച് ചെയ്യണ പോലെ അമർത്തിയിട്ട് അടച്ചു വെക്കുന്ന പ്ലേറ്റ് ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ അതിൻ്റെ മുകളിൽ വലിയൊരു ലിഡ് വെച്ച് അടച്ചു കഴിഞ്ഞാൽ ഇത്ര എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് എൻ്റെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി സാമ്പാറിൻ്റെ ബാക്കി പണിയിലേക്ക് കിടക്കാം. പരിപ്പ് വേവിച്ചത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മുരിങ്ങക്കായും തക്കാളിയും കൂടിയിട്ട് ഉപ്പ്, മുളക് പൊടി, കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ, അതിട്ടിട്ട് അവിടെ പുളിവെള്ളത്തിൽ തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്കുള്ള വറുക്കുകയാണ്. അതായത് ഞാൻ നാളികേരം വറുക്കാറില്ല, മല്ലി, മുളക്, പിന്നെ ഐറ്റംസൊക്കെ ഞാൻ ഒഴിവുള്ളപ്പോൾ ഇങ്ങനെ മല്ലിയും മുളകും കടലപ്പരിപ്പും കായും ഉലുവയൊക്കെ കൂടി ഒരുമിച്ച് വറുത്തിട്ട് പൊടിച്ച് സാമ്പാർ പൊടിയാക്കി വയ്ക്കും. എന്നിട്ട് ചില്ലി പാത്രത്തിൽ അടച്ചു വെച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഇത്രയും 5 ഐറ്റംസ് കൂടിയിട്ട് വറുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിക്കും. അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള വെണ്ടക്കായ ഇത്തിരി മൂപ്പ് കൂടിയതാണ്, അതുകൊണ്ട് വെണ്ടക്കായ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള വെണ്ടക്കായ, ഇളം വെണ്ടക്കായൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് നേരിട്ട് കറിയിലേക്ക് ഇടാം. പക്ഷേ ഇത് ഭയങ്കര മൂത്തിട്ടുള്ള വെണ്ടക്കായ ആയതുകൊണ്ട് കറിയിൽ ഇങ്ങനെ ഭയങ്കര ബലം പിടിച്ച് കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് വാട്ടിയെടുത്തത്. പിന്നെ ഒരു പകുതി സവോളയും കൂടി ഞാൻ അതിൻ്റെ ഒപ്പം വാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതായാലും മുരിങ്ങക്കായും തക്കാളിയായാലും ഒരു വേവ് വെന്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ വെണ്ടക്കായ ആയാലും ഒന്ന് വാടിയല്ലോ. അപ്പോൾ ഇനി എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് വെന്തോളും. ഞാനപ്പോൾ ബാക്കി ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കി. അപ്പോൾ പിന്നെ അരപ്പൊഴിച്ചു. അപ്പോൾ ഈ സമയത്ത് ഒരു കുഞ്ഞ് പീസ് ശർക്കര ഇടും കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പരിപ്പ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അതും ചേർത്തു. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കുറച്ച് നേരമായിട്ട് അങ്ങനെ തിളയ്ക്കണം. അപ്പോൾ എല്ലാം മസാലകളും എല്ലാം നന്നായി മിക്സ് ആവും. പിന്നെ കുടിക്കാനുള്ള വെള്ളം വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി ഒന്ന് ചൂടാറുമ്പോൾ അതൊന്ന് അതിൻ്റെ ചാറൊന്നും കൂടി ഒന്ന് വറ്റും കേട്ടോ.
അപ്പോൾ ഞാൻ ഇതിനിടയിൽ അത് തിളയ്ക്കാനൊക്കെ സമയം കൊണ്ട് ഞാൻ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകിയെടുത്തു. ഇതുവരെ ഈ മിക്സിയുടെ ജാറും പുട്ടും കൂടെ എല്ലാതും ഒക്കെ ഒന്ന് കഴുകി വെച്ചു. കുക്കർ കഴുകാറായിട്ടില്ല, അപ്പോൾ അതിൻ്റെ അടപ്പൊക്കെ എടുത്ത് കഴുകി. ഇപ്പോൾ ഇതാ ഞാൻ പുട്ടുണ്ടാക്കി. രണ്ട് പീസാണ് പുട്ടുണ്ടാക്കിയത്, 2 കുറ്റി. പിന്നെ സാമ്പാർ വറുത്തിട്ടു, പിന്നെ തോരൻ, കടല, ചോറ്, പിന്നെ വടുകപ്പുളി അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ ഭരതന് ചോറ് കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ ചോറാക്കട്ടെ. നല്ല ചൂടോടുകൂടി നിറച്ച് കഴിഞ്ഞാൽ ആൾക്ക് താല്പര്യമില്ല. അപ്പോൾ വലിയ പാത്രമാണെങ്കിലും ഞാൻ കുറച്ച് ചോറാക്കുള്ളൂ. ആൾക്ക് ഇങ്ങനെ കിണ്ണത്തിലൊക്കെ കൊണ്ടുള്ള ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വലിയ പാത്രം വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ഞാൻ കറികളൊക്കെ നകട്ടെ. സാമ്പാർ ഇപ്പോഴും ചൂടുണ്ട്, അപ്പോൾ അത് കുറച്ചും കൂടി ചൂട് പോയിട്ട് ഞാൻ അടയ്ക്കുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഇപ്പം നല്ല ചൂടോട് കൂടി പാത്രത്തിലാക്കി കഴിഞ്ഞാൽ പിന്നെ അടച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പുഷ് വന്നിട്ട് അടപ്പ് ഇങ്ങനെ പൊന്തും. അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് അടയ്ക്കുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാതും ഒന്ന് ആക്കി വെച്ച് കഴിഞ്ഞാൽ വലിയ ആവിയുള്ളതൊന്ന് പോയി കഴിഞ്ഞാൽ നല്ലതല്ലേ. അപ്പോൾ ഇപ്പോൾ ഭരതട്ടൻ കുളിക്കാൻ പോയിക്കാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെക്കും. അപ്പോൾ വെള്ളം കൂടി ആക്കി കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞു. അപ്പോൾ ആ കുളിച്ച് വരണ നേരം കൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് അടിച്ചു വാരി റെഡിയാക്കി ഇടട്ടെ. കുളിച്ച് വന്നിട്ട് ആൾ കഞ്ഞി കഴിക്കാനിരിക്കും. അപ്പോഴേക്കും ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരി. ഇപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ അപ്പുറത്തപ്പുറത്തൊക്കെ അടുപ്പിലായിട്ട് നമുക്ക് അവിടെ നിന്ന് മാറാൻ പറ്റാത്ത പണികളുണ്ടാവില്ല. അതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് പാത്രം കഴുകാനുണ്ടാവും. അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് ഇവിടെ അടിക്കാൻ വരാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ അവിടുത്തെ വേഗം അവസാനിപ്പിക്കും. പിന്നെ ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് അടുക്കളയിലൊന്നും അധികം നേരം നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 8 മണി 8:15 ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഉഷ്ണമാണ്. അപ്പോൾ പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ പറയണ്ടല്ലോ. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തെ ചൂടും ആവിയും ഒക്കെ കൂടിയാകുമ്പോൾ ഇപ്പോൾ ഹോളും 2 റൂമും അടിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. 2 റൂമും 1 ഹോളുമാണ്. പിന്നെ കിച്ചൺ വർക്ക് ഏരിയ തീരെ ചെറുതാണ്, നമുക്കൊരാൾക്ക് പെരുമാറാനുള്ള സ്ഥലം തന്നെയുള്ളൂ. അപ്പോൾ ചെറിയൊരു സിറ്റ് ഔട്ട് ഉണ്ട്. അപ്പോൾ അവിടെ കൂടിയും അടിച്ചു വരാം. ഇനി ആൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് പോയതിന് ശേഷമാണ് ഞാൻ തുടയ്ക്കാൻ നോക്കുന്നത്. കാരണം പോകാൻ സമയത്ത് എല്ലാവരും അതിലും അങ്ങനെ തന്നെ പോകാനുള്ള സാധനങ്ങൾ ഒരെണ്ണം ഇവിടെ ആയിരിക്കും, ഒരെണ്ണം അവിടെ ആയിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമുക്ക് തുടയ്ക്കണം, നമുക്കും ബുദ്ധിമുട്ട്, നടക്കണ അവർക്കും ബുദ്ധിമുട്ട്. പിന്നെ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടയ്ക്കുമ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെന്നൊന്നും ഇഷ്ടമില്ല. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ആൾക്കാർക്കും അങ്ങനെ തന്നെയായിരിക്കും. തുടയ്ക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെന്നൊന്നും ഇഷ്ടമുണ്ടാവില്ല. അത് ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇപ്പോൾ കുട്ടികൾ കുളിക്കുകയാണ്. അപ്പോൾ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് തുടച്ച് കഴിഞ്ഞാൽ ഞാൻ മുകളിൽ ഒരു റൂം 1 ഹോളുണ്ട്. അവിടെ അങ്ങനെ അധികം കിടക്കലൊന്നുമില്ല, എന്നാലും പക്ഷെ പൊടി ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് തുടച്ചെടുത്ത ഇങ്ങനെ ഹോള് ചെറുതാണ് കേട്ടോ. മുകളിലത്തെ ഹോൾ ഇത്ര വലുതൊന്നുമല്ല, ചെറിയൊരു ഹോളാണ്. അപ്പോൾ വേഗം തുടച്ച് കഴിയും. അപ്പോൾ അത് കഴിഞ്ഞ് കൈകാലൊക്കെ കഴുകി വന്നിട്ട് അപ്പോൾ പിള്ളേർ കുളി കഴിഞ്ഞ് വന്നു. അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 9 മണിയായിട്ടുണ്ട്. അപ്പോൾ മാളുവിന് പരീക്ഷകളുള്ളതുകൊണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് അവൾ പഠിച്ചോളും. എനിക്ക് കുറച്ച് കഴുകാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കുള്ളൂ. കാരണം എങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ കഴുകുമ്പോൾ എങ്ങനെയായാലും മേലേക്കൊക്കെ വെള്ളമാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൊണ്ട് ഡ്രസ്സ് കഴുകലും കഴിഞ്ഞാൽ കുളിയും കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞില്ലേ. അപ്പം എനിക്കും ലച്ചുനും പുട്ട് അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ മാള് മുകളിലിരുന്നിട്ട് പഠിക്കുകയാണ്. അപ്പോൾ മുകളിൽ ബാൽക്കണിയിൽ നല്ല കാറ്റാണ്. കണ്ടില്ലേ പുറകിൽ മരങ്ങളൊക്കെ ആടണത്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് പഠിക്കുകയാണ്. ഇപ്പോൾ കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ ആകുമ്പോൾ കുറേ പ്രോബ്ലംസും ഡെറിവേഷൻസും ഇക്വേഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എഴുതി പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ പിന്നിൽ ഓപ്പൺ ടെറസിലാണ് ഞങ്ങൾ വാഷിംഗ് മെഷീൻ ഇട്ടിരിക്കുന്നത്. പുറകിൽ താഴെയൊന്നും സ്ഥലമില്ല. അപ്പോൾ ഇതാവുമ്പോൾ പിന്നെ കഴുകിയത് അപ്പം തന്നെ അവിടെ തന്നെ കഴുകിയിടും ചെയ്യാം. അപ്പോൾ ഞാൻ പിള്ളേരുടെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സൊക്കെ കഴുകി ഇന്നലെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നതൊക്കെ മടക്കി താഴേക്ക് കൊണ്ടുപോയി. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും മുകളിലേക്ക് വന്നു. അപ്പോൾ നമ്മൾക്ക് മാളു എന്താ അവിടെ ചെയ്യുന്നതെന്ന് നോക്കാം.
ആൾ നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല സുഖമായിട്ട് പഠിക്കുകയാണ്. ആൾക്ക് ചിരി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മാളിനൊരു സർപ്രൈസാണ് വന്നിരിക്കുന്നത്. മാള് നോക്കിയേ, ചോറ്. ഇന്ന് ഇവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ വൈകുന്നേരം അല്ലേ സാധാരണ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാറ്. ഇന്നിപ്പോൾ ഇവിടെ ഇരുന്ന് ചോറിനാ കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ചോറൊക്കെ പാക്ക് ചെയ്യാനായിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ 4 ചേച്ചിമാരാണ്. അപ്പോൾ ഞാൻ ഏറ്റവും താഴെയുള്ള. അപ്പോൾ എപ്പോഴും വീട്ടിലങ്ങനെ അവർ വല്ല ആശുപത്രി കേസ് പ്രസവ കേസൊക്കെ വരുമ്പോൾ നമ്മൾക്ക് വീട്ടിൽ ഡ്യൂട്ടി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചോറാക്കിയിട്ട് അച്ഛനാണ് ചോറൊക്കെ കൊണ്ടുപോകുക. അപ്പോൾ ചോറൊക്കെ ആക്കിയിട്ട് എല്ലാവർക്കും പാക്ക് ചെയ്ത് കൊടുത്ത് വിടലൊക്കെ നമ്മുടെ ചുമതലയായിരുന്നു. അപ്പോൾ അതൊക്കെ പണ്ടോടെ നല്ല ഇഷ്ടമാണ്. പിന്നെ ടിഫിൻ കാരിയറിലൊക്കെ കറികളൊക്കെ ആക്കുക. ഇത് പക്ഷേ അത്ര നല്ല ടിഫിൻ കാരിയറൊന്നുമല്ല കേട്ടോ. ഇതിനത്ര വിലയായിട്ടില്ലേ. 199 രൂപയ്ക്ക് ഒരു എക്സിബിഷനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഉള്ളിൽ സ്റ്റീൽ തന്നെയാണ്. പുറമേക്ക് ഇങ്ങനെ പ്ലാസ്റ്റിക് ആണെങ്കിലും ഉള്ളിൽ സ്റ്റീലാണ്. പക്ഷേ അതിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, പിരിയടപ്പ്, അതൊന്നും അത്ര സുഖമില്ല. അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ലീക്ക് ചെയ്യും. അതുകൊണ്ട് നമ്മൾ വീട്ടിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കാമെന്നൊക്കെ അല്ലാതെ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുനടക്കാനൊന്നും പറ്റിയ പാത്രമല്ല അത്. നമ്മൾ വാങ്ങിച്ചില്ലെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോന്നിനും ഉപയോഗിക്കും, അത്രയും. അപ്പോൾ മാളിന് കടലുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. ഇത് ഇന്നലത്തെ മോര് കൂട്ടാനാണ്. തലേദിവസത്തെ മോര് കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ സാമ്പാറും 2 പാത്രത്തിൽ ഞാൻ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ധാരാളം ഉണ്ടാവും. അപ്പോൾ മാളും എന്തായാലും പഠിച്ച് നല്ല ക്ഷീണിച്ച് വിശന്നിരിക്കുകയായിരിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 1 മണിയായിട്ടുണ്ട്. അപ്പോൾ രാവിലെ 9 മണിക്കൊക്കെ പുട്ട് കഴിച്ചതല്ലേ. പിന്നെ പഠിക്കുകയല്ലേ. പഠിക്കുമ്പോൾ പിള്ളേർക്ക് വേഗം വിശക്കും, വെള്ളം ദാഹിക്കും, ബാത്റൂമിൽ പോകാൻ തോന്നും. അതൊക്കെ പണ്ടോട്ടുള്ള പ്രതിഭാസമാണല്ലോ. ഇപ്പോൾ വെക്കേഷനാണെന്ന് വിചാരിക്കുക, പിള്ളേർക്ക് വിശപ്പുമില്ല, ദാഹം ഉണ്ടാവില്ല. 2 മണിയായാലും അവർക്കൊന്നും ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ പഠിക്കാനിരിക്കുമ്പോൾ 12:30 ആകുമ്പോഴേക്കും വിശപ്പിൻ്റെ അസുഖം തുടങ്ങും. അപ്പോൾ ഞാൻ പെട്ടെന്ന് എല്ലാതും ഒന്ന് വിളമ്പി റെഡിയാക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ വാഷിംഗ് മെഷീൻ്റെ അവിടെ പൈപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവൾ അവിടെ പോയി കൈയൊക്കെ കഴുകി വന്നു. ഞങ്ങൾ പണ്ട് ഈ സ്റ്റഡി ലീവിൻ്റെ സമയത്തൊക്കെ ഇതുപോലെ തന്നെയാണ്. പറമ്പിലൊക്കെ പോയിരുന്നിട്ട് പഠിക്കും. മേശയും കസേരയൊക്കെ അവിടെ നല്ല സെറ്റപ്പൊക്കെ കൊണ്ടുവിട്ടാ. എന്നിട്ട് ഇതുപോലെ ചോറ് പാത്രത്തിലാക്കിയിട്ട് അവിടെ കൊണ്ടുവച്ച് കഴിക്കുക. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, പ്രിയ. അവളുണ്ടാവും, അവളുടെ പറമ്പിൽ തൊട്ടപ്പുറത്ത് അവളുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് വന്നിരുന്നൊക്കെ കഴിക്കും. അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് കൂടുതൽ മെയിനായിട്ട് നടക്കാറ്. കമ്പൈൻ സ്റ്റഡി ഒന്നും ചെയ്യില്ല, കമ്പൈൻ ഭക്ഷണം കഴിക്കൽ നടക്കാറുണ്ട്. അപ്പോൾ ലച്ചുവിന് ഞാൻ ചോറ് വാരി കൊടുക്കാം. പ്രിയയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനെപ്പോഴും ഒന്നാലും പ്രിയയുടെ വീട്ടിൽ അല്ലെങ്കിൽ പ്രിയേൻ്റെ വീട്ടിൽ അങ്ങനെയായിട്ടാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ വളർന്നിരിക്കണേ. എന്നിട്ട് ഇപ്പം എൻ്റെ മാളുവിന് അതാണ് എനിക്കൊരു വിഷമമുള്ളത്. മാളുവിൻ്റെ പ്രായത്തിലുള്ള ഒരു കളിക്കൂട്ടുകാരി ഇവിടെ ഇല്ല. പ്രിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറുതിലോട്ട് ഒരുമിച്ച് കളിച്ച് വളർന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഞങ്ങൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ ഒരു ട്വിസ്റ്റ് എന്ന് പറയണമെങ്കിൽ ഈ പ്രിയേനെ പെണ്ണ് കാണാൻ വന്ന ആളാണ് ഇപ്പോൾ എൻ്റെ ഭർത്താവ് ഭരതേട്ടൻ. അപ്പോൾ അവിടെ ജാതകം ശരിയായില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വന്നു, നമ്മൾ ശരിയായി. അപ്പോൾ അങ്ങനെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് അവിടെ. പാത്രങ്ങളൊക്കെ കഴുകി കമ്മിറ്റി വെച്ചു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഡെലിവറി ഉണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പോൾ അതൊന്ന് അൺബോക്സിങ് വീഡിയോ എടുക്കണമെന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ വീഡിയോ പിടിക്കുകയാണ്. എന്നോട് കുറേ പേരായി ചോദിക്കുന്നു, അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നമ്മൾ റിട്ടേൺ അടിക്കുക എങ്ങനെയാണ്, അതപ്പോൾ എങ്ങനെ പൈസ റീഫണ്ട് കിട്ടുക, അതുപോലെ എന്തെങ്കിലും ഒരു ഐറ്റം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ സൈസ് എങ്ങനെ കുറവാണെങ്കിൽ അത് മാറ്റി മേടിക്കുക എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനോ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടും പറയണ ഒരു വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പോഴാണ് ഒരു കാസറോൾ സെറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമുക്കിപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റും, നല്ലൊരു ഓപ്ഷനാണ്. 500 രൂപയുടെ റേഞ്ചിൽ 3 എണ്ണം. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളൊരു 2 മണിക്കൂർ റെസ്റ്റ് എടുത്തു. മാളൊന്ന് ചെറുതായിട്ട് ഉറങ്ങി, ഞാൻ ഉറങ്ങിയില്ല. ഞാൻ കുറച്ച് കമൻസൊക്കെ നോക്കി അതിനൊക്കെ റിപ്ലൈ കൊടുക്കലൊക്കെ ആയിരുന്നു. ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഫ്രിഡ്ജ് നന്നായി ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ചെറുനാരങ്ങയും ഒക്കെ ഇട്ടിട്ടാണ് ക്ലീനാക്കി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കറി ഒന്നെടുത്ത് ചൂടാക്കി. പിന്നെ ചായയുടെ പരിപാടിയാണ്. ചായയും അവിൽ വെള്ളമാണ് ഉണ്ടാക്കുന്നത്.
ലച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് ആവിൽ വിളയിച്ചത്. അവന് ഈ ശർക്കര ചേർത്തിട്ടുള്ള എല്ലാ പലഹാരങ്ങളും നല്ല ഇഷ്ടമാണ്. അപ്പം ചായ റെഡിയാക്കണം. ഇതൊരു ചെറിയ ജഗ്ഗാണ് കേട്ടോ, കാണുമ്പോൾ അല്ല ജഗ്ഗിൻ്റെ ഷേപ്പ് ഉണ്ടെന്നുള്ളൂ, അല്ലേ ഒരു കപ്പിൻ്റെ സൈസൊക്കെ ഉള്ളൂ അല്ലേ. അപ്പോൾ രാവിലെ പുട്ടുണ്ടാക്കിയാൽ കുറച്ച് ബാക്കി തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് ഇത് ചുക്ക് ഏലക്കായ ജീരകം കൂടി പൊടിച്ചതാണ്. എപ്പോഴും എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും, പക്ഷെ ഇന്ന് കഴിഞ്ഞ കാരണം ഞാനിപ്പോൾ ഒന്ന് പുതിയതായിട്ട് പൊടിച്ചതാണ്. പണ്ട് വീട്ടിലൊക്കെ കൃഷിയുള്ള സമയത്ത് ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട്. അവിൽ നനയ്ക്കും, വീട്ടിൽ തന്നെ കമ്പനിയിൽ കൊടുത്തിട്ട് അവിൽ ഇടിപ്പിക്കും. അവിൽ കമ്പനി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പിള്ളേർക്ക് 2 പേർക്കും എടുത്തതിന് ശേഷം ഭരതനുള്ളത് ഒരു പാത്രത്തിലാക്കി വെച്ചു. അപ്പോൾ ആൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചു. ഇപ്പം മാള് ചായ ഉണ്ടാക്കി ഇപ്പോഴത്തെ ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വിളക്ക് കൊളുത്താനായിട്ട് എല്ലാവിടെയൊക്കെ ഒന്നുകൂടി ഒന്ന് അടിച്ചു വരികയാണ്. കുറച്ച് പൊടിയൊക്കെ എങ്ങനെയായാലും ഉണ്ടാവും, പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതല്ലേ. പിന്നെ വേനൽക്കാലമാകുമ്പോൾ നമ്മൾ ഉഷ്ണമായിട്ട് ജനലൊക്കെ തുറന്നിടുമ്പോൾ കാറ്റിക്കും കുറച്ച് പൊടിയും കരടൊക്കെ വരും. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഒന്ന് തുടയ്ക്കുകയാണ്. ഇത് ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരിക്കലുള്ള പരിപാടിയാണ്. നല്ല പൊടി, ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് നല്ലോണം പൊടി ഉള്ള കാരണം ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കഴുകലാണ് കേട്ടോ. വല്ലാതെ വെള്ളം കോരി വെച്ചിട്ടൊന്നും കഴുകിയാലും വീണ്ടും പൊടി വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നനച്ച് തുടയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ പൈപ്പിൻ്റെ അറ്റത്ത് ഒരു സംഭവം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഇങ്ങനെ പരന്നിട്ട് വെള്ളം വന്നോളും. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് മാഷ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുട്ടികളെ നോക്കണ പോലെ തന്നെ നമ്മുടെ വണ്ടീനെയും 2 നേരം തുടച്ച് ഇതൊക്കെ റെഡിയാക്കി പരിപാലിച്ച് കൊണ്ടുപോകണമെന്ന് മാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം ഒന്ന് ആക്കി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മാളുവിന് പഠിക്കലൊക്കെ കഴിഞ്ഞിട്ട് ആകെ പ്രാന്തായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെയൊക്കെ ഇരുന്ന് പഠിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റിലാക്സേഷന് വേണ്ടിയിട്ട് കുറച്ച് നടക്കാൻ പോവാണ്. പിന്നെ ലച്ചുവിന് നല്ല ഇഷ്ടമാണ് നടക്കാൻ പോകാൻ. ഇതിപ്പോൾ ഒരു മോട്ടറാണ്. ഞങ്ങളുടെ പാടത്തേക്കൊക്കെ, അതായത് നെൽകൃഷിയൊക്കെ നടക്കുന്നുണ്ടല്ലോ, ആ പാടത്തേക്ക് വെള്ളം അടിക്കുന്ന ഒരു മോട്ടർ വെച്ചിട്ട് വെള്ളം പമ്പ് ചെയ്യണ സംവിധാനമാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ നിറച്ചറ്റം വരെ കൃഷി ഇറക്കിക്കുകയാണ്. അപ്പോൾ ആ ഭാഗമൊക്കെ കുറേ ശോഭ സിറ്റിയുടെ കുറേ പാടങ്ങളൊക്കെ ആൾക്കാർ വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ ശോഭ സിറ്റിയൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒന്നും ഇപ്പോൾ കൃഷി ചെയ്യണില്ലേ. പക്ഷേ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. അവിടെ നിന്നിരുന്ന സ്ഥലങ്ങളൊക്കെ പാടമായിരുന്നു. ഈ ഭാഗത്ത് ഇപ്പോഴും ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ട്. തോട്ടിലൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട്. ഇവിടെ കുറേ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് വല വിരിച്ചിട്ടുണ്ട്. ഇത് പിന്നെ അതിൻ്റെ സൈഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കയറിൻ്റെ ഭൂവസ്ത്രം എന്ന് പറയില്ലേ, അത് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ അവിടേക്ക് അറ്റം വരെ പോയി. അവിടെ നല്ല സീനറിയാണ് കേട്ടോ, നല്ല ഭംഗിയാണ് അവിടെയൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു അവിടെ വെച്ചിട്ട്. നല്ല കാറ്റായിരിക്കും ഈ സമയത്ത്, നല്ല കാറ്റും നടക്കാനൊക്കെ നല്ല രസമാണ്. പിന്നെ അവിടെ കുറച്ച് മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ നന്നായി ഇപ്പോൾ സമയം ഇങ്ങനെ ഇരുട്ടായി തുടങ്ങുകയാണ്. അപ്പോൾ അധികം ഇരുട്ടാവണവരെ ഞങ്ങൾ അവിടെ നിൽക്കില്ല, കാരണം തിരിച്ചു വരാനും സമയം വേണമല്ലോ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ആ സൂര്യൻ അസ്തമിച്ച് വരുന്നുണ്ട്. ആ മാളുവിൻ്റെ കയ്യിൻ്റെയും തലയുടെ ഇടയിൽ കാണുന്നത് വെലങ്ങുന്നാണ്. ഞങ്ങൾക്ക് അധികം ദൂരമില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ തിരിച്ചിവിടെ എത്തിയപ്പോഴും അത്യാവശ്യം സൂര്യൻ ഇങ്ങനെ താന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നടന്ന് കുറേ ദൂരം ഇങ്ങനെ എത്തി. നല്ല വീതിയുള്ള വരമ്പായതുകൊണ്ട് നല്ല സുഖമായിട്ട് നടക്കാനൊക്കെ. അപ്പം അങ്ങനെ ഇപ്പോൾ മേല് കഴുകിയപ്പോൾ മാവന് മാളി ചേച്ചി തോർത്തി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വിളക്കൊക്കെ കൊളുത്തിയിട്ട് ഞങ്ങൾ അവിടെ അപ്പുറത്ത് തിരുവൂരിൽ നിന്ന് പോവാണ്. കാരണം ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഒരു ചന്തയുണ്ട്, അതെല്ലാ സാറ്റർഡേ സൺഡേ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ ഒരു 7 കൊല്ലമായിട്ടുണ്ട് ഇപ്പോൾ തുടങ്ങിയിട്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു 1.5 സെൻറ്റ് സ്ഥലത്ത് ഒരു 1,500 സ്ക്വയർ ഫീറ്റിന് താഴെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ മാർക്കറ്റിൽ നിന്ന് നേരിട്ട് പച്ചക്കറി കൊണ്ടുവന്നിട്ട് ശനിയാഴ്ച ഞായറാഴ്ച ഒരു 2 മണിക്കൂർ നേരം അവിടെ കച്ചവടമുണ്ട്. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിനായിട്ടും കുറച്ച് വില കുറവിന് കിട്ടും. പിന്നെ അവിടെ സ്റ്റാഫൊന്നുമില്ല, നമ്മളുടെ ആൾക്കാർ തന്നെ, നാട്ടുകാർ
അതുപോലെ റിട്ടയർ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ളവരൊക്കെ ആണ് അവിടെ എടുത്തു കൊടുക്കാനും ബില്ല് എഴുതാനൊക്കെ ഇരിക്കണത്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് സ്റ്റാഫൊന്നുമില്ല. പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന ചീര, കായ, കോഴിമുട്ട, നാളികേരം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ വിൽക്കാൻ കൊടുക്കും ചെയ്യാം കേട്ടോ. ചിലരൊക്കെ കാടമുട്ടയൊക്കെ കൊടുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി ഫ്രഷായ സാധനങ്ങൾ വാങ്ങിക്കാമല്ലോ. പിന്നെ അതാ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ്, ചൂല്, മോപ്പ അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പോൾ ചൂല്, മോപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് അതിലും മേടിച്ച് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. കൈ പിടിച്ച് എത്ര വരെയല്ലേ പോകണ്ടോ. ഞങ്ങൾക്ക് കുറച്ച് വളരെ അടുത്താണ് കേട്ടോ. പക്ഷേ ഈ ലഗേജൊക്കെ ഉള്ള കാരണമാണ് ഞാൻ വണ്ടിമ്മ പോയത്. അല്ലെങ്കിൽ ജസ്റ്റ് നടക്കാനുള്ള ദൂരം തന്നെയുള്ളൂ. അപ്പോൾ ഇതങ്ങനെ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് പിരിവിട്ടിട്ടാണ് ഒരു സ്ഥലം വാങ്ങിച്ചതും ഈ ബിൽഡിങ് പണിതത്. സ്ട്രക്ചറും വർക്കൊക്കെ ഭരതനാണ് ചെയ്ത് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടിയതാണ്. അപ്പോൾ ഞങ്ങളിനി തിരിച്ചു പോകാൻ നിൽക്കാം. അപ്പോൾ അത്ര ഇരുട്ടായിട്ടൊന്നുമില്ല, പക്ഷേ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. 6 തൊട്ട് 8 വരെയാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ, ഞായറാഴ്ച 4 തൊട്ട് 6 വരെ. അപ്പോൾ എല്ലാവരും ആ സമയത്തിനുള്ളിൽ തന്നെ വാങ്ങിക്കും. പിന്നെ പ്ലാസ്റ്റിക് കവറൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും കിറ്റൊക്കെ കൊണ്ടുപോയിട്ട് വേണം പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. പച്ചക്കറി വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ ഞാൻ ഫ്രിഡ്ജിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കും. ഈ ഉരുളക്കിഴങ്ങും സബോളയും ഒരുമിച്ച് സൂക്ഷിക്കാൻ പാടില്ല, പെട്ടെന്ന് കേടുവരുന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ പണ്ട് തൊട്ടേയുള്ള ശീലമാണ്. ഇവരെ ഇങ്ങനെ ഭാര്യ ഭർത്താവും പോലെ എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ ഇരുത്തുള്ളൂ. അതെന്താ കാരണം എന്നറിയില്ല. ഇത് ഒരുമിച്ച് വെച്ചാൽ പെട്ടെന്ന് കേടാവുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അമരക്കായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് 1 കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്ന് കുറച്ചെടുത്തിട്ട് വൈകുന്നേരത്തേക്ക് ഒരു ഉപ്പേരി വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് കല്ലുപ്പും പിന്നെ വിനാഗിരി ഒഴിച്ചിട്ട് അവിടെ ഇടുകയാണ്. നമ്മൾ കല്ലുപ്പ് മറ്റേ പൊടിയുപ്പിനായിട്ട് നല്ല ഔഷധ ഗുണമൊക്കെ ഉള്ളത് കല്ലുപ്പിനാണ്. അപ്പോൾ അങ്ങനെ ഈ വിനാഗിരി വെള്ളം ഇല്ലെങ്കിലും നമ്മുടെ പുളിയിലേക്ക് ഓൽപ്പുളി അത് ഇത്തിരി കൂടുതൽ വാങ്ങിച്ചിട്ട് അത് വെള്ളത്തിലിട്ടാലും നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഞാൻ പലതായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ചായയും അവിലൊക്കെ കൊടുത്തിട്ട് ചോറ് കൊണ്ടുപോയി പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുകയാണ്. ഞാൻ ഫ്രിഡ്ജ് കഴുകാനെടുത്ത നാരങ്ങയുടെ തൊണ്ടാണ് ഇപ്പോൾ ഞാൻ പാത്രം കഴുകണതിലേക്ക് ഇട്ടതാണ്. വേഗത്തൊക്കെ കഴുകി അതൊക്കെ അവിടെ കമഴ്ത്തി വയ്ക്കുക. ആ നേരം കൊണ്ട് നമ്മുടെ അമരക്കായൊക്കെ ഒന്ന് അതിലെ പെസ്റ്റിസൈഡ്സ് മുഴുവൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ ഒരു സമാധാനം കുറച്ചൊക്കെ പോകുമല്ലോ എന്നുള്ളൊരാശ്വാസം. ഇവിടെ വെള്ളത്തിൻ്റെ കുപ്പി ഇങ്ങനെ പലരും പറയുന്നുണ്ട് കോഴിമുട്ട പൊടിച്ചിട്ട് ഇതിലിട്ടിട്ട് ഇങ്ങനെ കുലുക്കിയാൽ മതി ഫ്ലാസ്കിൻ്റെ ഇങ്ങനത്തെ കുപ്പിയൊക്കെ ക്ലീൻ ചെയ്യാൻ. ഞാനിതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ കഴുകിയത് ഇവിടേക്ക് വെള്ളം മാറുന്നതിന് ശേഷം അവിടേക്ക് കൊണ്ടുവയ്ക്കുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ അമരക്കായൊക്കെ പെട്ടെന്ന് കുറച്ച് കായും ഒരു പകുതി കായും കൂടിയിട്ട് പെട്ടെന്ന് ഒരു കുക്കറിൽ വേവിച്ചപ്പോൾ എൻ്റെ ഈ ചുമന്ന കുക്കർ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ആവി അതിൽ നിൽക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പെരികളൊക്കെ പെട്ടെന്ന് വേവിക്കാൻ എളുപ്പം, വല്ലാണ്ട് വെന്ത് കുഴഞ്ഞ് പോകുന്നില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വൈകുന്നേരത്തെ ഭക്ഷണം. ചോറുണ്ട്, സാമ്പാർ ഉച്ചട്ടുണ്ട്, പിന്നെ മോരുകറിയും ഉപ്പേരി. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം നാളേക്കുള്ള അടുപ്പ് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആ വെണ്ണീറിൻ്റെ ചൂട് കൊണ്ട് വിറകൊക്കെ നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പേപ്പർ ഇട്ട് കത്തിച്ചാൽ തന്നെ ചൂടായിട്ട് കിട്ടും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് രാവിലത്തെ ഒരു 10-15 മിനിറ്റ് സമയം നമുക്ക് ലാഭമാണ്. അതിപ്പോൾ മുടക്കാണെങ്കിലും അല്ലെങ്കിലും എന്നും ഞാനിങ്ങനെ ചെയ്യണ കാര്യമാണ്. അപ്പോൾ പുകയിലെ തലപ്പായതുകൊണ്ടാണ് എന്താണെന്നറിയില്ല, നല്ലോണം ഇങ്ങനെ ചൂട് നിൽക്കുന്നുണ്ടാവും. പിന്നെ ഞാൻ നാളേക്കുള്ള ചെറുപയർ തോരൻ വയ്ക്കാനാണ്. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ടിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതോടുകൂടി ഞങ്ങൾ പിന്നെ കിടക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ തുടർന്നും ഇനി എൻ്റെ വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തോടെ ബായ്.